ഇടതുപക്ഷത്തെ CPM-നെ ഇത്രയും വലിയ മാർജിനിൽ തോൽപ്പിച്ചത് ശരിക്കും ആരാണ്? ജനങ്ങളാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ പിണറായി വിജയന്റെ ഭരണവും അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിച്ചു. തോറ്റേനെ ഇടതുപക്ഷം. പക്ഷേ ഒരു 10-20 സീറ്റ് കൂടി കിട്ടിയേനെ, അല്ലെങ്കിൽ ഒരു 25 സീറ്റ് കൂടി കിട്ടിയേനെ. ഇത്രയും വലിയ തോൽവി, സമാനതകളില്ലാത്ത ഈ തോൽവിയുടെ ഉത്തരവാദി ആരാണ്? പ്രേക്ഷകർ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിണറായി വിജയനല്ല. കാരണം അദ്ദേഹത്തിന്റെ ഭരണം ഏകാധിപത്യം അല്ലെങ്കിൽ ധാർഷ്ട്യം, അഹങ്കാരം, ജനവിരുദ്ധ വികാരങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ഇത്രയും വലിയ തോൽവിക്ക് ഉത്തരവാദി മറ്റൊരു വ്യക്തിയാണ്. അയാളുടെ പേര് MV ഗോവിന്ദൻ എന്നാണ്. പാർട്ടിയുടെ സെക്രട്ടറിയാണ്. CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇയാൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന പലതും സഖാക്കളിൽ നിന്ന് പോലും പാർട്ടിയെ അകറ്റി, ഇടതുപക്ഷത്തെ അകറ്റി. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇയാളുടെ ഭാര്യയ്ക്ക് PK ശ്യാമള എന്ന മുൻ ആന്തൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ, ആന്തൂർ സാജന്റെ മരണകാരണം ഇവരാണെന്ന് പറയുന്നു. ഇവർക്ക് തളിപ്പറമ്പിൽ സീറ്റ് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെ കളികൾ കളിച്ചു. അവരെ തളിപ്പറമ്പിൽ നിർത്തി വൃത്തിയായി തോറ്റു. TK ഗോവിന്ദൻ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PK ശ്യാമളയെ തോൽപ്പിച്ചത്. ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാക്കണം എന്ന് നേരത്തെ തന്നെ പിണറായിയുമായി കരാറുണ്ടായിരുന്നു. ഒരു ജൂനിയർ പിണറായി കളിക്കുകയായിരുന്നു MV ഗോവിന്ദൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അതിൽ അയാളെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആകും. ഈ സംസ്ഥാന സെക്രട്ടറിയാണ് പിന്നീട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി കടന്നു വരുന്നത്. പിണറായി വിജയനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പം ഭാവിയിൽ താൻ മുഖ്യമന്ത്രിയാകും എന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു, ഒരു പരിശീലനമാണ് MV ഗോവിന്ദൻ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി ഇടതുപക്ഷത്തിന് വന്നത്, CPM-ന് വന്നത്. B കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ, അതുപോലെ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ, അതുപോലെ G സുധാകരൻ, എല്ലാവരും ഈ റിബലുകളൊക്കെ ജയിച്ചത്, അല്ലെങ്കിൽ റിബലുകളൊക്കെ തന്നെ മത്സരിച്ചതുമൊക്കെ ഇയാളുടെ തോന്നിവാസം കൊണ്ടാണ്. ഇയാള് എവിടെ വാർത്താ സമ്മേളനം നടത്തിയാലും ഒരു പുച്ഛിച്ചൊരു ചിരിയുണ്ട്. ലാസ്റ്റ് തലയൊക്കെ ഡൈ ചെയ്ത് നല്ല ഭംഗിയായിട്ടൊരു പുച്ഛിച്ചൊരു ചിരിയുണ്ട്, എല്ലാ പല്ലും കാണിച്ചുകൊണ്ട്. ഇയാൾ മാഷാണെന്നാണ് പറയുന്നത്. ഡ്രില്ല് മാഷാണ്. പണ്ടത്തെ കാലത്ത് ഡ്രില്ലിന്റെ എന്തോ ഒരു 3 മാസത്തെ കോഴ്സോ മറ്റേ പഠിച്ചിട്ട് മാഷായതാണ്. അവിടെ നിൽക്കട്ടെ, അതൊക്കെ അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷേ ഒരു പാർട്ടിയെ, ഒരു സംവിധാനത്തെ, ഒരു ഭരണരംഗത്തെ ഒക്കെ തന്നെ ഒരു പാർട്ടി സെക്രട്ടറി വിചാരിച്ചാൽ ജനങ്ങൾക്കെതിരാക്കാം, തകർത്ത് തരിപ്പണമാക്കാം എന്നതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി. CPM സൈബർ കമ്മ്യൂണുകളിലടക്കം ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും പടം കൊടുത്തിട്ട് വിജയശില്പികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് പോരാളി ഷാജി അടക്കം ഇയാളെ ട്രോളുന്നുണ്ട്. ശരിക്കും MV ഗോവിന്ദന്റെ ഓരോ പ്രവൃത്തി പ്രേക്ഷകരൊന്ന് എടുത്തു നോക്കണം. ഇയാൾ പറഞ്ഞതും ചെയ്തതും കാണിച്ചതുമായ കാര്യങ്ങൾ എല്ലാം പാർട്ടിക്ക് എതിരാക്കി ജനങ്ങളെ, മുന്നണിക്കെതിരാക്കി ജനങ്ങളെ എല്ലാം എതിരായി തന്നെ വന്നു. വലിയ ജനവിരുദ്ധത, പാർട്ടി വിരുദ്ധത സത്യം പറഞ്ഞാൽ ഇയാൾ കാണിച്ചു കൂട്ടുകയായിരുന്നു. ഒരു ഏകാധിപത്യ പ്രവണതയുടെ ഒരു പ്രാക്ടീസാണ്, പരിശീലനമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ജനങ്ങൾ, സഖാക്കളടക്കം തിരിച്ചറിഞ്ഞു. കണ്ണൂരിൽ വലിയ തിരിച്ചടിയല്ലേ, എല്ലായിടത്തും ഭയങ്കരമായ തിരിച്ചടിയാണ്. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ വലിയ തോൽവിക്ക് കാരണം, ഈ ഞെട്ടിപ്പിക്കുന്ന ഈ തോൽവിക്ക് കാരണം MV ഗോവിന്ദൻ എന്ന വ്യക്തി തന്നെയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം.